ഏപ്രിൽ 22-ന് പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായതോടെ തിരിച്ചടിയുടെ ഭാഗമായി ഇന്ത്യ പല നിർണായക തീരുമാനങ്ങളും എടുത്തിരുന്നു. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത തുറന്നു നൽകില്ലെന്ന് പാകിസ്ഥാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതേ നിലപാട് തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനെതിരെ കൈക്കൊണ്ടത്. എന്നാൽ ഇതിൽ കോട്ടം സംഭവിക്കുന്നത് ഇന്ത്യൻ വിമാന കമ്പനികൾക്കെന്ന് കാണിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എയർ ഇന്ത്യയെയും. വിശദമായി പരിശോധിക്കാം. ഒരു വർഷത്തേക്ക് പാകിസ്ഥാൻ വ്യോമപാത തുറന്നു നൽകിയില്ല എങ്കിൽ ഇന്ത്യൻ വിമാന കമ്പനിയായ എയർ ഇന്ത്യക്ക് $600 മില്യൺ അധിക ചെലവുണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അടുത്ത വർഷത്തോടെ കമ്പനി അധിക ചെലവ് വഹിക്കേണ്ടി വരുമെന്നും അതിൽ വിമാനങ്ങളുടെ ഇന്ധന ചെലവും ഉൾപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വാർത്താ ഏജൻസി പുറത്തുവിട്ടത്. നിലവിൽ വിമാനങ്ങൾ സഞ്ചരിക്കുന്ന റൂട്ടുകളിൽ മാറ്റം വരുത്തുന്നതോടെ യാത്രയിരിക്കുന്ന സമയം വർദ്ധിക്കുമെന്നും അത് യാത്രക്കാരെ ബാധിക്കുമെന്നും വിമാന കമ്പനി മുന്നറിയിപ്പ് നൽകി. വിലക്ക് നിലനിൽക്കില്ലെന്ന സാഹചര്യത്തിൽ ഓരോ വർഷവും എയർ ഇന്ത്യക്ക് $591 മില്യൺ നഷ്ടം വരുമെന്നാണ് വിവരം. മെയ് 23 വരെ ഈ നിരോധനം തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഈ വിലക്ക് അന്താരാഷ്ട്ര വിമാന കമ്പനികളെ ബാധിക്കില്ല. നഷ്ടവുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ കേന്ദ്ര സർക്കാരിനോട് ആനുപാതികമായ സബ്സിഡികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇത് എയർ ഇന്ത്യയെ മാത്രമല്ല, വിമാന കമ്പനിയായ ഇൻഡിഗോയെയും അതിന്റെ സർവീസിനെയും ബാധിക്കും. ഡൽഹിയിൽ നിന്ന് അസർബൈജാനിലെ ബാക്കുവിലേക്ക് പുറപ്പെട്ട വിമാനം 5 മണിക്കൂർ 43 മിനിറ്റ് എടുത്താണ് യാത്ര പൂർത്തിയാക്കിയത്. സാധാരണ സർവീസ് നടത്തുന്നതിനേക്കാൾ 38 മിനിറ്റ് എടുത്തെന്നാണ് വിവരം. ഇതേസമയം വ്യോമപാത അടച്ചത് പാകിസ്ഥാനെ സംബന്ധിച്ചും കനത്ത സാമ്പത്തിക നഷ്ടമാണ് വരുത്തിവെച്ചത്. പാക് വ്യോമപാത ഉപയോഗിച്ച ഇന്ത്യൻ കമ്പനികൾ ആഴ്ചയിൽ 800-ലധികം വിദേശ സർവീസുകളാണ് നടത്തിയിരുന്നത്. ഇവ വഴിമാറിയതോടെ പ്രതിദിനം $1.20 ലക്ഷം ഏവിയേഷൻ വരുമാനത്തിലെ നഷ്ടം. സ്വന്തം രാജ്യത്തിന്റെ അതിർത്തി വിട്ട് പറക്കുമ്പോൾ വിമാന കമ്പനികൾ ഏത് രാജ്യത്തിന് മുകളിലൂടെയാണോ പോകുന്നത് അവർക്ക് പലതരം ഫീസുകൾ നൽകാറുണ്ട്. എല്ലാ വിമാനങ്ങളും ഓവർഫ്ലൈറ്റ് ഫീസും നാവിഗേഷൻ ഫീസുകളും നൽകണം. രാജ്യത്തിറങ്ങുന്ന വിമാനങ്ങളാണെങ്കിൽ ടെർമിനൽ നാവിഗേഷൻ, ലാൻഡിംഗ്, പാർക്കിംഗ് ചാർജുകളും നൽകേണ്ടി വരും. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് നേരിട്ട് സർവീസ് ഇല്ലെങ്കിലും പാകിസ്ഥാന് മുകളിലൂടെ ഇന്ത്യയിൽ നിന്ന് ദിവസവും 100ഓളം വിമാനങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. നിരോധനത്തിന് മുൻപ് എല്ലാ ആഴ്ചയും 800-ലേറെ രാജ്യാന്തര വിമാനങ്ങൾ പാക് വ്യോമാതിർത്തി ഉപയോഗിച്ചിരുന്നു. ബോയിംഗ് 717 വിമാനങ്ങൾക്ക് $580 പാകിസ്ഥാൻ ഓവർഫ്ലൈറ്റ് ഫീസായി ഈടാക്കുന്നത്. വലിയ വിമാനങ്ങളാണെങ്കിൽ നിരക്ക് കൂടും. ഇതനുസരിച്ച് പ്രതിദിനം കുറഞ്ഞത് $58,000 നഷ്ടമാണ് പാകിസ്ഥാൻ നേരിടേണ്ടി വരുന്നത്. പരമാവധി ടേക്ക് ഓഫ് ഭാരവും പറക്കുന്ന ദൂരവും അടിസ്ഥാനമാക്കി വലിയ വിമാനങ്ങളുടെ നിരക്കുകൾ വർദ്ധിക്കും. ഇന്ത്യൻ കമ്പനികളുടെ ബോയിംഗ് 777 അടക്കമുള്ള വലിയ വിമാനങ്ങൾ പാകിസ്ഥാന് മുകളിലൂടെ പറന്നിരുന്നു. ബോയിംഗ് 737-നേക്കാൾ 2.5 മടങ്ങ് ടേക്ക് ഓഫ് ഭാരം വരുന്നവയാണിവ. വിമാനത്തിന്റെ ഭാരത്തിന് ആനുപാതികമായി ഫീസ് കണക്കാക്കിയാൽ ഓരോ വിമാനത്തിനും $1,200 മുതൽ $1,700 വരെ ഫീസ് ഈടാക്കാം. ഇത് പ്രകാരമുള്ള പ്രതിദിന നഷ്ടം ഏകദേശം $1.20 ലക്ഷം ആണ്. ഇതിനു മുൻപും പാകിസ്ഥാൻ വ്യോമപാത നിഷേധിച്ചിരുന്നു. അതായത് 2019-ൽ പുൽവാമ ഭീകരാക്രമണത്തിനും ബലാക്കോട്ട് ഭീകരാക്രമണത്തിനും പിന്നാലെ 4 മാസത്തേക്കായിരുന്നു അത്. ഈ സമയത്ത് പാകിസ്ഥാൻ നേരിട്ട നഷ്ടം $100 മില്യൺ അടുത്താണ്. അന്ന് പ്രതിദിനം 400 വിമാനങ്ങളെയാണ് വിലക്ക് ബാധിച്ചത്.